സോ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് അറ്റോർണി ജനറൽ എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, ആ പൊസിഷന്റെ ജോബ് എന്താണ്. സോ ഹീസ് ദ കൺട്രീസ് ടോപ്പ് ലോ ഓഫീസർ. That is the most important point you have to understand. It is the country's top law officer. അപ്പൊ ഈ ലോ ഓഫീസറുടെ മെയിൻ അപ്പോയിന്റ്മെന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. സോ ആർട്ടിക്കിൾ 76 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ്സ് ഫോർ ദ ഓഫീസ് ഓഫ് എ ജി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 76 പ്രകാരമാണ് അറ്റോർണി ജനറൽ എന്നുള്ള പോസ്റ്റ് വരെ. സോ ഹീസ് ദ ടോപ്പ് ലീഗൽ ഓഫീസർ ഓഫ് ദ കൺട്രി ആൻഡ് ദ പാർട്ട് ഓഫ് യൂണിയൻ എക്സിക്യൂട്ടീവ്. ബട്ട് ഹി ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ ഗവൺമെന്റ് സർവന്റ്. യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ്, എന്നാൽ ഗവൺമെന്റ് സർവന്റ് അല്ല. ആൻഡ് ഈ അറ്റോർണി ജനറലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വി ഹാവ് സർട്ടൻ അതർ പോസ്റ്റ് കോൾഡ് ആസ് സോളിസിറ്റർ ജനറൽ. അത് സോളിസിറ്റർ ജനറലിന് 2 ഉണ്ട്, അല്ലെങ്കിൽ 4 അഡീഷണൽ സോളിസിറ്റർ ജനറലും ഉണ്ട്. അത് എണ്ണം മാറിക്കൊണ്ടിരിക്കും. എനിവേ ആ പോയിന്റ്സ് ഓർത്ത് വെച്ചു. സോ ഹൂ ക്യാൻ ബിക്കം ആൻ അറ്റോർണി ജനറൽ ഓഫ് ദിസ് കൺട്രി? ക്വാളിഫൈഡ് ആയിരിക്കണം, ക്വാളിഫൈഡ് ആസ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആയിരിക്കണം, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, 5 വർഷം ജഡ്ജായിട്ട് പ്രാക്ടീസ് വേണം, അല്ലെങ്കിൽ 10 വർഷം അഡ്വക്കേറ്റ് ആയിട്ടോ പ്രാക്ടീസ് വേണം കോടതിയിൽ. അങ്ങനെയുള്ളവർക്ക് ഒരു അറ്റോർണി ജനറലിനാവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ എത്ര വർഷം ജോലി ചെയ്യാമെന്നൊന്നുമില്ല, എത്ര കാലം വേണമെങ്കിലും ജോലി ചെയ്യാം. അപ്പോൺ ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ എത്ര സാലറി കൊടുക്കുന്നുള്ളതും പ്രസിഡന്റ് തീരുമാനിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഓക്കെ, പ്രസിഡന്റ് മേ ഡിറ്റർമൈൻ. ആൻഡ് റിമൂവൽ, ഈ അറ്റോർണി ജനറലെ നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ, അറ്റോർണി ജനറലെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ എന്താണ് ഓപ്ഷൻ ഉള്ളത്? റിമൂവലിന് പ്രൊസീജിയർ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഓക്കെ, പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞിട്ടാണ്. പിന്നെ ഇയാൾക്ക് റെസിഗ്നേഷൻ കൊടുക്കാം. റെസിഗ്നേഷൻ പ്രസിഡന്റ് കൊടുത്തിട്ട് ഇയാൾക്കും ഇറങ്ങി പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻസ്? എന്താണ് ജോലി? ലീഗൽ അഡ്വൈസ് ടു ദ ഗവൺമെന്റ്. അതുപോലെ എല്ലാ കാര്യങ്ങളും, ചോദ്യങ്ങളും, ഗവൺമെന്റിന് വേണ്ടി കേസുകൾ അപ്പിയർ ചെയ്യുന്നതും വാദിക്കുന്നതും ഒക്കെ ഇവര് തന്നെയാണ്. അതാണ് അറ്റോർണിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു 2-3 ലിമിറ്റേഷൻസ് ഉണ്ട്. അറ്റോർണിക്ക് നമ്മുടെ പാർലമെന്റിലെ ലോകസഭയിലും രാജ്യസഭയിലും ജോയിന്റ് സിറ്റിംഗിലും മറ്റ് കമ്മിറ്റിയിലും പോയിരിക്കാം. ടേക്ക് പാർട്ട് ഇൻ പ്രൊസീഡിങ്സ്. അവിടെ പോയി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് വോട്ട് ചെയ്യാനോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ പോയിരിക്കാം, കേൾക്കാം, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, സംസാരിക്കാം, അത്രേ ഉള്ളൂ. റൈറ്റ് ടു സ്പീക്ക്. അത് വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. സോ നോ റൈറ്റ് ടു വോട്ട് ഇൻ ഹൗസ് എന്നൊരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റോർണി ഗവൺമെന്റ് സ്റ്റാഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹീസ് നോട്ട് ഡിബാർഡ് ഫ്രം പ്രൈവറ്റ് ലീഗൽ പ്രാക്ടീസ്. വേറെ കേസുകൾ എടുക്കുന്നതിനൊന്നും ഡിബാർ ചെയ്തിട്ടില്ല, അതായത് എടുക്കരുതെന്ന് പറയുന്നില്ല. എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത്രയും പോയിന്റ്സ് ആണ് അറ്റോർണി ജനറൽ എന്ന പോയിന്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഒരു മിനിറ്റ്, യൂഷ്വലി നമുക്കൊരു ഡൗട്ട് വരുന്നത്, പ്രൈം മിനിസ്റ്റർമാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രൈം മിനിസ്റ്ററെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അറ്റോർണി ജനറലും അതുപോലെ സോളിസിറ്റർ ജനറലും ഉള്ളത്. അതായത് സെൻട്രൽ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കുറെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുണ്ട്. ഇപ്പൊ കേരള, തമിഴ്നാട്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്റർമാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, CM-നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വി ഹാവ് വൺ മോർ പോസ്റ്റിംഗ്, ദാറ്റ് ഈസ് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലും ഉണ്ട്, അറ്റോർണി ജനറലും ഉണ്ട്. അറ്റോർണി ജനറൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ, അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കും. രണ്ടുപേരും ചെയ്യുന്ന ജോലികൾ സെയിം. അതായത് അറ്റോർണി ജനറൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ, അഡ്വക്കേറ്റ് ജനറൽ ഓരോ സംസ്ഥാനങ്ങളുടെയും ചീഫ് മിനിസ്റ്റർമാരെ ഹെൽപ്പ് ചെയ്യും. ഈ പോയിന്റ്സ് ആണ് നമുക്ക് ഓർത്തു വെക്കാൻ. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ നോട്ടില് നമ്മൾ ഓർത്തു വെക്കേണ്ട ഏതൊക്കെയായിരുന്നു? ഒന്ന്, അറ്റോർണി ജനറൽ, അതിന്റെ ആർട്ടിക്കിൾസ്. അത് കുറെ പോയിന്റ്സ് ഉണ്ട്, ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകാൻ പാടില്ല. Then we discuss the second topic is about the GST for household items. Household എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ വന്നിരിക്കുന്ന മാറ്റം. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുകൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് GST കൗൺസിൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്. അവർ ഒരു ഡസനിലധികം സാധനങ്ങൾക്ക് വില കൂട്ടി എന്നുള്ളതാണ് പത്രത്തിൽ ഇതൊരു ന്യൂസ് ആയിട്ട് വരാൻ ചാൻസ്.
ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാണ് ഇവരെ കൂട്ടുക? ഇവർ ഓരോ തവണ മീറ്റിംഗ് വിളിക്കും. ആ മീറ്റിംഗില് GST കൗൺസിലിന്റെ മീറ്റിംഗ് അവർ ഡിസ്കസ് ചെയ്ത് ഒരു മന്ത്രിമാരുടെ പാനൽ എല്ലാം കൂടെ തീരുമാനിച്ചിട്ടാണ് സാധനങ്ങളുടെ വിലയിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ. അപ്പൊ ഇതില് കുറച്ച് പോയിന്റ്സ് ഇവിടെ താഴെ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ GST കൗൺസിലിന്റെ കോമ്പൻസേഷൻ എക്സ്റ്റൻഷൻ. ഇതുവരെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാൻ പോയപ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലായത്. നമ്മുടെ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പൊ അത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ടാക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? സ്റ്റേറ്റുകൾക്ക് കളക്ട് ചെയ്യാമായിരുന്നു. സ്റ്റേറ്റ്സ് ക്യാൻ കളക്ട് ടാക്സസ്. അപ്പൊ ഈ GST വന്നപ്പോ എന്താണ്? സ്റ്റേറ്റുകൾക്ക് ടാക്സ് കളക്ഷൻ ഇല്ല. സോ ദർ ടാക്സ്, ഒന്ന് ഹോൾഡ് ചെയ്യണേ വക്കീലെ, അടഞ്ഞാലും മതിയായിരുന്നു. ഞാൻ എന്നെ അന്ന് വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചില്ലല്ലോ. അത് ഞാൻ വിളിച്ചോടാ. ഒരു ഓൺലൈൻ ക്ലാസ് ഒരു 45 മിനിറ്റ്സ് എന്നെ ചോദിച്ചു. നമുക്ക് ഡീറ്റെയിൽ പറയാനുണ്ടാവും. SC ആയില്ല, ക്രിമിനൽ MB ആയി, ഫയൽ ചെയ്തു. അത് വിശേഷം ഉണ്ട്. അതിനെ ഞാൻ നിന്നെ വിളിച്ചേ. അപ്പൊ ഡോക്ടറിന് സ്റ്റേറ്റ്മെന്റ് എടുത്തു. പെർഫെക്റ്റ്ലി ഡൺ. വൻ സംഭവങ്ങളുണ്ടായി. നമ്മുടെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങിലുള്ള ജഡ്ജായിരുന്നു. അറിയില്ലടാ, പേര് ഞാൻ നോക്കിയില്ല, പറയാ എന്നോട്. ക്ലാസ് ഒരു സാധനം പറയാട്ടോ, ഞാൻ ഇത് ക്ലാസ് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ, സോ ഐ എം ബാക്ക്. അപ്പൊ ടാക്സ് സ്റ്റേറ്റുകളായിരുന്നു ടാക്സ് കളക്ട് ചെയ്തത്. അപ്പൊ ഈ GST എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ്സ് എ നാഷണൽ ലെവൽ, അല്ലെങ്കിൽ വൺ ഇന്ത്യ വൺ ടാക്സ് എന്നായിട്ട് വരിക. വൺ ഇന്ത്യ വൺ ടാക്സ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ടാക്സ് പിടിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ പാടില്ല എന്നായി. അപ്പൊ പ്രോബ്ലം എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന് ടാക്സ് കളക്ഷൻ ചെയ്താലല്ലേ അവർക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ടാക്സ് കളക്ഷൻ ഉണ്ടാവില്ല. അപ്പം സ്വാഭാവികമായിട്ട് അവരുടെ ഇൻകം റെഡ്യൂസ് ആയി, അവരുടെ വരുമാനം കുറഞ്ഞു. അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് സർ വോയിസ് ബ്രേക്ക് ആവണം. സർ വോയിസ് ബ്രേക്ക് ആവണുണ്ട്. മേരി ജോ ഉണ്ടോ? മേരി ജോ, ഉണ്ട് സർ. മേരി എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കോ? മേരി ഹോസ്റ്റ് ആയിപ്പോയി, ഞാൻ കട്ടായി പോയപ്പോ. പാർട്ടിസിപ്പൻസിൽ പോയിട്ട് എന്റെ പേരിന്റെ നേരെ ക്ലിക്ക്, ഒരു കുത്തുണ്ട്, 3 ഡോട്ട്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് മീ ഹോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. യെസ്, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ചാല് കോമ്പൻസേഷൻ ഓഫ് GST കുറിച്ചാണ്. ഓക്കെ, അപ്പൊ GST കോമ്പൻസേഷൻ. അപ്പൊ ഒന്നും കൂടെ ഞാൻ സ്റ്റാർട്ടപ്പ് ഒന്നുകൂടെ ഓടിച്ചു പറയാം. ഓക്കെ, സോ ഫസ്റ്റ്
we discuss about a topic called Attorney General ആണ്. അറ്റോർണി ജനറൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇപ്പൊ ഇതിൽ സ്ക്രീനിൽ KK വേണുഗോപാലാണ്. നൗ ഇറ്റ് ഇസ് വെങ്കിട്ടരമണി. അപ്പൊ അപ്ഡേഷൻ വരുന്നുണ്ട്. അത് നമ്മുടെ അപ്കമിങ് കറണ്ട് അഫയേഴ്സ് സീരീസിൽ അത് അപ്ഡേറ്റ് ചെയ്ത് പോകും. അപ്പൊ അത് നോക്കി വേണം നിങ്ങൾ വരാൻ. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് അബൌട്ട് ദ ഹു ഈസ് എൻ അറ്റോർണി ജനറൽ. ഇറ്റ്സ് എ ടോപ്പ് ലോ ഓഫീസർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതൊക്കെയാണ് പ്രൊവിഷൻസ്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതൊക്കെ സെക്ഷൻസിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിലാണ് അറ്റോർണിയെ കുറിച്ച് പറയുന്നതെന്ന് അറിയണം. 76 ടോപ്പ് ലീഗൽ ഓഫീസർ എന്ന് പറയുന്നുണ്ട്. ആൻഡ് പാർട്ട് ഓഫ് ദ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്നും പറയുന്നുണ്ട്. എന്നാൽ ശരിക്കും യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് സർവന്റ്? നോ, ഹീസ് നോട്ട് കൺസിഡർ ആസ് എ ഗവൺമെന്റ് സർവന്റ്. ആൻഡ് അറ്റോർണി ജനറലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വി ഹാവ് രണ്ട് പോസ്റ്റുകളോട് പറയും, സോളിസിറ്റർ ജനറൽ, അഡീഷണൽ സോളിസിറ്റർ ജനറലും പറയാം. ആൻഡ് ദ എലിജിബിലിറ്റി ഈസ് ഓൾസോ ഞാൻ മെൻഷൻ ചെയ്ത പോലെ ജഡ്ജ്, സുപ്രീം കോർട്ട് അല്ലെങ്കിൽ സിറ്റിസൺ ആയിരിക്കണം, ഹൈക്കോർട്ടിന് 5 years എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ തന്നെ 10 years ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് അഡ്വക്കേറ്റ്. ടെന്യൂർ ഒന്നും ഫിക്സഡ് അല്ല, പ്രസിഡന്റിന് എപ്പോഴെങ്കിലും പറഞ്ഞു വിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. റിസിഗ്നേഷൻ ചെയ്തു പോകാനും പറ്റും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും അയാൾക്ക് പോകാൻ പറ്റും. പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ആണ്. എത്ര പൈസ കൊടുക്കും എന്നുള്ള സാലറിയും ഫിക്സഡ് അല്ല, പ്രസിഡന്റ് ക്യാൻ ഫിക്സ്. മെയിൻ ഡ്യൂട്ടി ഓഫ് അറ്റോർണി ജനറൽ ഇസ് ടു അഡ്വൈസ് ദ ഗവൺമെന്റ് ഓൺ ലീഗൽ മാറ്റേഴ്സ് ആൻഡ് ഓൾസോ അപ്പിയേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ് ഇൻ ഓൾ ദ കേസസ്. സുപ്രീം കോടതിയിൽ, ഹൈക്കോടതിയിൽ എന്ത് കേസ് വന്നാലും ഗവൺമെന്റിന് വേണ്ടി പോകുന്നത് ഇവരാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് അറ്റോർണി. ആൻഡ് അറ്റോർണിയുടെ ചില റൈറ്റ്സിനെ കുറിച്ചും ലിമിറ്റേഷൻസിനെ കുറിച്ചുമാണ്. ലോകസഭയിലും രാജ്യസഭയിലും പോയി ഇത് സംസാരിക്കാനും ഒക്കെ പറയാൻ പറ്റും, പക്ഷെ വോട്ട് ചെയ്യാനുള്ള അവകാശം. ദെൻ നമ്മൾ പിന്നെ പറഞ്ഞ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് അബൌട്ട് ദ GST. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, GST വിൽ ബി ഡിസൈഡഡ് ബൈ എ കൗൺസിൽ കോൾഡ് ആസ് GST കൗൺസിൽ, ആൻഡ് ദേ റീസെന്റ് ഹൈക്ക് ടാക്സ് ഓവർ 2 dozen ഗുഡ്സ് ആൻഡ് സർവീസസ്. അതാണ് നമ്മുടെ പത്രത്തിൽ ഇമ്പോർട്ടന്റ് ആവാനുള്ളത്. സോ 47th മീറ്റിംഗ് ഓഫ് GST കൗൺസിൽ ഡിസ്കസ് ദിസ് മാറ്റർ and they have certain recommendations by the 4 ministerial panels. ഇതിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് എന്താണ്? We have to understand what is GST compensation extension. അപ്പൊ ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കിട്ടേണ്ട ടാക്സ് കളക്ഷനിൽ റിഡക്ഷൻ വരുന്നുണ്ട് when the central government is implementing GST. So to avoid that particular loss, the central government is paying the state government certain amount as compensation. ഓക്കെ, ഇതാണ് GST കോമ്പൻസേഷൻ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ആൻഡ് കുറെ സ്റ്റേറ്റുകൾ, ഇപ്പം ഇതിനൊരു പീരീഡ് ഉണ്ട്, ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ആഫ്റ്റർ ദാറ്റ് സെൻട്രൽ ഗവൺമെന്റ് വിൽ നെവർ കോമ്പൻസേറ്റ് ഓർ നെവർ ഗീവ് കോമ്പൻസേഷൻ ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്നാൽ ഈ GST കൗൺസിലിന്റെ മീറ്റിംഗിൽ, അറ്റ് ദ മീറ്റിംഗ്, ഓവർ എ ഡസൻ സ്റ്റേറ്റ്സ് വാണ്ടഡ് ദ GST കോമ്പൻസേഷൻ ടു കണ്ടിന്യൂ ഫോർ സം മോർ ടൈം. ഓക്കെ, കുറച്ച് സമയം കൂടെ വേണമെന്ന് പറഞ്ഞു. അതാണ് പത്രത്തിൽ GST കോമ്പൻസേഷൻ എക്സ്റ്റൻഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. കുറച്ച്, കാരണം അവർക്ക് അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. സോ കുറച്ച് കാലം കൂടെ വേണമെന്ന് അവർ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആരുടെ അടുത്താണ് ഇത് പറയുന്നത്? They are talking about this matter in a council called as GST council. അപ്പൊ GST, അതായത് ഒരു ന്യൂ ടാക്സ് റെജീം അല്ലെങ്കിൽ ന്യൂ ടാക്സ് കൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ അവർ കൺട്രി ഇൻ 2016. We call it as an act 101, 101ാമത്തെ അമെന്റ്മെന്റ് ആക്ട് 2016. അപ്പൊ ഈ അമെന്റ്മെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വേറൊന്നുമല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 1 minute ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ ആർട്ടിക്കിൾ 368 എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ദിസ് 368 is talking about the amendment procedures. Amendments. അപ്പൊ amendments എന്ന് പറഞ്ഞാൽ എന്താണ്? We have to edit the constitution of India. ഓരോ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തണ്ടേ? അതിനെയാണ്. അപ്പം ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്, രണ്ടാമത്തേത് 3, 4 ഇങ്ങനെ വന്ന് 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 2016 GST ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നുണ്ട് 100ാമത്തെ 100th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടും കൂടെ ഇതിനൊപ്പം ഓർത്ത് വെച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. ഇറ്റ് ഈസ് അബൌട്ട്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഡിസ്കഷൻ നോക്കിയതാണ്, ഇറ്റ് ഈസ് അബൌട്ട് ദ LBA, ലാൻഡ് ബോർഡർ എഗ്രിമെന്റ്. അപ്പൊ ഇതാണ് 100ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. സോ വെരി ഇമ്പോർട്ടന്റ്.
അപ്പൊ ഈ 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടില് GST വാസ് ഇംപ്ലിമെന്റഡ്. ഇറ്റ്സ് വെരി ക്ലിയർ എവരിവൺ. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പൊ ഇവിടെ 100ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 101ാമത്തെ ആക്ടില് ഒരു ന്യൂ ആർട്ടിക്കിൾ വാസ് ലോഞ്ച്ഡ്. ന്യൂ ആർട്ടിക്കിൾ ഏതാണ്? 279A. 279A വാസ് ഇൻസേർട്ടഡ്, ഇടിച്ചു കയറ്റി എവിടെ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ. എന്തിനാ 279 നമ്മൾ 279A ആഡ് ചെയ്തത്? ബിക്കോസ് ദിസ് 279A ഈസ് ഗിവിംഗ് പവർ or empowered the president to constitute a GST council. അപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ്, അയാളാണ് ഉണ്ടാക്കുന്നത് GST കൗൺസിൽ. ഈ GST കൗൺസിലാണ് മുമ്പേ പറഞ്ഞ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇത്രയേ ഉള്ളൂ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ Okay, so I'm again back. അപ്പം ആർട്ടിക്കിൾ 279A എന്ന ആർട്ടിക്കിൾ 101ാമത്തെ അമെന്റ്മെന്റ് ആക്ട് 2016 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പുതിയ ആർട്ടിക്കിളായ 279A ഇൻസേർട്ട് ചെയ്തു. This 279A empowers the President of India to constitute a GST council. And that GST council is changing the tax system in this country. ഇത്രയുള്ള പോയിന്റ്. അപ്പൊ ഈ GST കൗൺസിലിന്റെ ഹെഡ് ആരായിരിക്കണം? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ സെർവ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് ദിസ് കൗൺസിൽ. അപ്പൊ ഈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ ചെയർപേഴ്സൺ ആക്കിയിട്ട് കുറെ മെമ്പർമാർ വേറെ ഉണ്ട്. അതിൽ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിന്റെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മെമ്പേഴ്സാണ്. അല്ലെങ്കിൽ അവർക്ക് ആരാളെ നോമിനേറ്റ് ചെയ്യാം. സ്റ്റേറ്റിന് വിൽ നോമിനേറ്റ് ദ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ പോയിന്റ് ഇത്രയേ ഉള്ളൂ, GST കൗൺസിലാണ് ടാക്സുകൾ എല്ലാം തീരുമാനിക്കുന്നത്. ആ GST കൗൺസിൽ ആരൊക്കെ വരുന്നുണ്ട്? ആ GST കൗൺസിലില് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നുണ്ട്. വേറെയും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ള ഫിനാൻസ് മന്ത്രിമാരും ധനകാര്യ മന്ത്രിമാരും അല്ലെങ്കിൽ മറ്റു മെമ്പർമാരും അതിൽ മെമ്പറാണ്. ഇവരെല്ലാരും കൂടെയാണ് തീരുമാനിക്കുക. അപ്പൊ ഇവരെല്ലാരും കൂടെ എന്ത് ചെയ്യണം? ഇവരെല്ലാവരും കൂടെ മീറ്റിംഗ് കൂടണം. എന്നിട്ടാണ് ടാക്സ് തീരുമാനിക്കുക. അപ്പൊ ഇവർ എത്ര പേരുണ്ടോ അവരുടെ 1/2 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ ഈസ് ദ കോറം ഫോർ കണ്ടക്ടിങ് ദ മീറ്റിംഗ്. കോറം എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താ? മിനിമം ഇത്രയും പേരുണ്ടെങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു പരിപാടി തുടങ്ങാൻ പറ്റൂ, മീറ്റിംഗ് തുടങ്ങാൻ പറ്റും. അപ്പൊ 100 പേരാണെങ്കിൽ 1/2 50 പേരെങ്കിലും അവിടെ വരണം. ആ 50 പേര് ആരൊക്കെയാണ്? ഒന്ന് ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഇന്ത്യയുടെ, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ മിനിസ്റ്റർമാരും മെമ്പർമാരും. അങ്ങനെ അവർ വന്ന് തുടങ്ങി. അപ്പോൾ അവിടെ പറയാണ്, ഓക്കെ ഞങ്ങളിപ്പം മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, വീട്ടു സാധനങ്ങളുടെ വില കയറ്റാൻ പോവാണ്, ടാക്സ് കൂട്ടാൻ പോവാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ, എവരി ഡിസിഷൻ എടുത്താൽ എന്ത് കിട്ടണം? അതിന് വോട്ട് ചെയ്യണ്ടേ? അപ്പൊ മജോറിറ്റി വേണം. നോട്ട് ലെസ് ദാൻ 3/4. 3/4 അവിടെ വന്നിരിക്കുന്ന എത്ര പേരാണോ അത്രയും പേരുടെ 3% ആൾക്കാർ. ഓക്കെ, ഇപ്പം അവിടെ ഇരിക്കുന്നതിൽ 100 പേരാണെങ്കിൽ 75 പേര് സപ്പോർട്ട് ചെയ്താൽ ഓക്കെ മാത്രമേ ആ തീരുമാനം അവിടെ നടപ്പിലാവും. ഓക്കെ, അപ്പം അത്രയും പേര് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ചെയ്താൽ ആ തീരുമാനം നടപ്പിലായി. അപ്പൊ അതില് സെൻട്രൽ ഗവൺമെന്റിന്റെ മെമ്പേഴ്സും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് മെമ്പേഴ്സും ഉണ്ട് നമ്മൾ പറഞ്ഞു. സോ വോട്ട് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഷാൽ ഹാവ് 1/3 of the total votes cast in the meeting, and vote of all the state combined shall have the weightage of 2/3 of the cast of the voting. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ മെമ്പർമാർക്കും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മെമ്പർമാരും വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടിന്റെ വെയിറ്റേജ് അതായത് പ്രയോറിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് അനുസരിച്ച് ഈ കൗൺസിലാണ് എന്ത് തീരുമാനിക്കുന്നത്? ടാക്സ്, സെസ്, സർചാർജ് ഒക്കെ തീരുമാനിക്കുന്നത്. അതനുസരിച്ച് ഇന്ത്യയില് നമ്മൾ GST ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്. സോ ഐ എം അഗൈൻ റിവൈസിംഗ് ഫ്രം ദ ഫസ്റ്റ് ടോപ്പിക്. വി ടോക്ക് അബൌട്ട് ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ആൻഡ് അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ
അറ്റോർണി ജനറലിന്റെ എലിജിബിലിറ്റി, അറ്റോർണി ജനറലിന്റെ ടെന്യൂർ എന്ന് പറഞ്ഞാൽ ഹൗ ലോങ് ഹി വിൽ വർക്ക് ആസ് എൻ അറ്റോർണി, എത്ര കാലം ഓഫീസിൽ ജോലി ചെയ്യാം, ആൻഡ് ഹൗ ദ അറ്റോർണി വാസ് റിമൂവിംഗ്, ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് വാട്ട് ആർ ദ റൈറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇത്രയാണ് ഫസ്റ്റ് ടോപ്പിക് വി ഡിസ്കസ്ഡ്. ആൻഡ് ദ second important topic we talk about is the GST. And why we are discussing this GST now? Because recently GST Council hiked taxes on over 24 of goods and services in this country. Okay, അപ്പം അത് 47th മീറ്റിംഗിലാണെന്ന് പറഞ്ഞു. So now we talk about what is GST compensation extension and what is GST Council and what are the composition of GST Council. Composition എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? GST കൗൺസിലിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട് അത് നമ്മൾ നോക്കി. ആൻഡ് ഹൗ ദ GST കൗൺസിൽ വർക്ക്, എങ്ങനെയാണ് GST കൗൺസിൽ വർക്ക് ചെയ്യുന്നത്, അപ്പൊ അതിനകത്ത് കോറം എന്താ നോക്കി, അതിൽ എത്ര പേര് ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റും നോക്കി, അതിൽ പ്രയോറിറ്റി, സെൻട്രൽ ഗവൺമെന്റ് മെമ്പർമാർക്ക് പ്രയോറിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് മെമ്പർമാർക്ക് പ്രയോറിറ്റി. അപ്പൊ ഇങ്ങനെയുള്ള കൗൺസില് എന്തൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കി. റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് യു ക്യാൻ റീഡ്, ഇറ്റ്സ് അപ് ടു യുവർ കോമൺ ക്യൂരിയോസിറ്റി, നിങ്ങളുടെ ക്യൂരിയോസിറ്റിക്ക് ബാക്കി വായിക്കാം. ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു, സെക്കൻഡ് ടോപ്പിക് കഴിഞ്ഞു. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ ഐ വിൽ ആസ്ക് സമവൺ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ചോദിക്കട്ടെ. ആർഷ, ഞാൻ ഈ പറഞ്ഞ രണ്ട് ഹെഡിങ്ങും ക്ലിയർ ആണോ? മനസ്സിലായി സർ. യെസ്. കൃഷ്ണനന്ദന, ഞാൻ ഈ പറഞ്ഞ രണ്ട് പോയിന്റ്സും ക്ലിയർ ആണോ? സർ മരിയ ക്ലിയർ ആണ് സർ. സനീഷ് ക്ലിയർ ആണ് സർ. Very good. So let's start the third topic, PACS, Primary Agricultural Credit Society. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാവും. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയാം, അതിന്റെ ഒരു ചെറിയ വേർഷനാണ്. അപ്പൊ ഇതിലൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഇന്ത്യയിലെ ഈ എക്കണോമിക് സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, CCEA എന്നൊരു സ്ഥാപനമുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലായി, ഈ പ്രൈമറി, നിങ്ങളുടെ വീടിനടുത്തുള്ള പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പോയാൽ അവിടെ കമ്പ്യൂട്ടർ ഒന്നുമില്ല, അവർ വലിയ വലിയ ഡയറിക്കകത്ത് എഴുതി വെച്ച് അങ്ങനെ കണക്ക് കൂട്ടിയൊക്കെ ചെയ്യാം. സോ കമ്പ്യൂട്ടറൈസേഷൻ ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൊറോണ സമയത്തും അതിനു മുമ്പ് 2016 ഡിമോണിറ്റൈസേഷൻ 500,000 ഒക്കെ ബാൻ ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാര് ഇങ്ങനെയുള്ള പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീനെ അവരവരുടെ കള്ളപ്പണം അല്ലെങ്കിൽ ബ്ലാക്ക് മണി സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്? ബിക്കോസ് ദീസ് ബാങ്ക്സ്, ഇതൊക്കെ ചെറിയ ബാങ്കുകളാണ്, ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ബാങ്ക് പോലെ തന്നെയാണ്. അവര് കള്ളത്തരത്തിൽ പല കള്ളത്തരങ്ങളും കാണിക്കുന്നുണ്ട്. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് നമുക്കറിയാം, കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്ന വലിയൊരു ഇഷ്യൂ ഇപ്പോഴുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്താൽ ഇങ്ങനെയുള്ള കള്ളത്തരം നടക്കില്ല. സോ ബ്രിങ്ങിങ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ദെയർ ഓപ്പറേഷൻ, അതിനുവേണ്ടി ഉള്ള പ്ലാനാണ്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുവാണ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം കമ്പ്യൂട്ടർ വെക്കാൻ വേണ്ടി ബജറ്റിൽ 2500 കോടി അലോട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കള്ളത്തരം ഉണ്ടാവില്ല എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്ലാൻ. അതുകൊണ്ടാണ് ഇത് പത്രത്തിൽ ന്യൂസ് ആയിട്ട് വരാനുള്ള കാരണം. അപ്പൊ എന്താണ് PACS നോക്കാം. അപ്പൊ PACS എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിലുള്ള ലോവസ്റ്റ് ടയർ ഓഫ് 3 ടയർ ഓഫ് ഷോർട്ട് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ഇൻ ഇന്ത്യ ആണ്. അതായത് കുഞ്ഞു ബാങ്കുകൾ, സാധാരണക്കാരനുള്ള 10,000 രൂപ 20,000 രൂപ ലോൺ എടുക്കുന്ന, പശുവിനെ വാങ്ങിക്കാനൊക്കെ ലോൺ എടുക്കുന്ന കുഞ്ഞു ബാങ്കുകൾ. അപ്പൊ ഫാർമേഴ്സിന് കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു ടൈപ്പ് ബാങ്കിങ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ദീസ് ബാങ്ക്സ് അല്ലെങ്കിൽ ദീസ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദ ഫാർമേഴ്സ്, അതിന് ഡൗട്ട് ഒന്നുമില്ല. പക്ഷെ ഇവിടെ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവന്നാൽ കള്ളത്തരം പരമാവധി ഒഴിവാക്കാം. മാത്രമല്ല വേറെ ഗുണം കൂടെ ഉണ്ട്. ഈ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് PACS വന്നാൽ എന്താണ്, ഈ PACSനെ നമുക്ക് ഒരു നോഡൽ സർവീസ് ഡെലിവറി പോയിന്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ എന്താണ് നോഡൽ സർവീസ് ഡെലിവറി പോയിന്റ് നോക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ വളരെ പ്രായമായ ഒരാളാണെന്ന് വിചാരിക്കാം, എനിക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമായി. അപ്പൊ എനിക്ക് മനസ്സിലായി 60 വയസ്സിന് മുകളിൽ പ്രായമായാൽ എനിക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടും, മന്ത്ലി ഫോർ എക്സാമ്പിൾ 2000 രൂപ. അപ്പൊ അതെങ്ങനെ കിട്ടുക? ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എന്റെ അക്കൗണ്ടിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് പൈസ ട്രാൻസ്ഫർ ചെയ്യും. ആ പൈസ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി എടുക്കും. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പകരം നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള ഈ PACS പോലുള്ള ബാങ്കുകൾ ഉണ്ടെങ്കിൽ എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോകേണ്ട ആവശ്യമില്ല.
എൻ്റെ വീടിന്റെ വളരെ അടുത്തുള്ള ആ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പോയി പൈസ എടുക്കാം. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയി. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ കമ്പ്യൂട്ടറൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ നമുക്ക് സർവീസ് ഡെലിവറി പോയിന്റുകളാക്കി മാറ്റാം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ അങ്ങനെ സർവീസുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന പോയിന്റ് ആക്കി മാറ്റിയാൽ എന്താണ്? ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം, ISS, അതായത് പലിശ കുറച്ചു കൊടുക്കാം. അടുത്ത എന്താ? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഫസൽ എന്നുള്ള വാക്കിന്റെ മീനിങ് ക്രോപ്പ്, കൃഷി അല്ലെങ്കിൽ വിളകൾ എന്നാ പറയുന്നത്. ബീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ്. അപ്പൊ എന്റെ വിളകൾക്കുള്ള ഇൻഷുറൻസ് കൊടുക്കാനുള്ള ഒരു പദ്ധതി പ്രൈം മിനിസ്റ്റർക്കുണ്ട്. അതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അടുത്ത ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, DBT. DBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും 2000 രൂപ വെച്ച് അയച്ചു കൊടുക്കുക. അപ്പൊ നേരിട്ട് അവർക്ക് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വളം വാങ്ങിക്കാനുള്ള പൈസ അല്ലെങ്കിൽ എന്താ പറയാ കുരുവും അല്ലെങ്കിൽ അരി, ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസയൊക്കെ അയച്ചു കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പം ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ PACS കമ്പ്യൂട്ടറൈസ് ചെയ്താൽ ചെയ്യാൻ എളുപ്പമായി. അപ്പൊ ഇതിനാണ് നമ്മൾ ഈ PACSനെ സെൻട്രൽ ഗവൺമെന്റ് കമ്പ്യൂട്ടറൈസ് ചെയ്യാനും പിന്നെ ബ്ലാക്ക് മണി കൺട്രോൾ ചെയ്യാനും ഒക്കെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാനൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കുകളുണ്ട്, ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. എല്ലാത്തിനെയും ഇങ്ങനെ കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ 41% ഓഫ് ദ കിസാൻ ക്രെഡിറ്റ് കാർഡ്, KCC ലോൺ എല്ലാം ഇങ്ങനെയുള്ള ബാങ്കുകൾ വഴിയാണ് പോകുന്നത്. അപ്പം ആ കിസാൻ കൃഷിക്കാരുടെ കൊടുക്കുന്ന ലോൺ പോലും ഇങ്ങനെ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കള്ളത്തരവും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതായിരുന്നു ഇതിന്റെ പ്ലാൻ. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക? ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെയും എല്ലാം നബാർഡിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് നബാർഡ് വഴി കോമൺ ബാങ്കിങ് സോഫ്റ്റ്വെയർ കൊണ്ടുവരുവാണ്. അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എല്ലാം കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവരാനായിരുന്നു പ്ലാൻ. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി പോയിന്റുമായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ. നെക്സ്റ്റ് അടുത്ത 4ാമത്തെ ടോപ്പിക്, ഇതിൽ പറയാനുള്ള 4ാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് ക്യാപ്സ്റ്റോൺ. ക്യാപ്സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. നമുക്കറിയാം നാസ, ഓക്കെ, നാസയുടെ ഒരു പുതിയ സാറ്റലൈറ്റിന്റെ ടെസ്റ്റ് ആണ്. അതായത് ഈ നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഞാൻ പടം വരച്ചു കാണിക്കാം. ഇപ്പൊ ഇത് നമ്മുടെ എർത്ത് ആണ്, ദിസ് എർത്ത്. ഈ എർത്തിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു കുഞ്ഞു സാറ്റലൈറ്റിനെ വിടും. അപ്പൊ ഈ സാറ്റലൈറ്റ് ഈ എർത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിങ്ങനെ കറങ്ങുന്നത് ഒന്നെങ്കിൽ ഇപ്പൊ എർത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങാം, അത് വളരെ ക്ലോസ് ആയിട്ട് കറങ്ങാം, സർക്കുലർ ഷേപ്പില്. പിന്നെ ഉള്ളത് ഇങ്ങനെ കറങ്ങാം. അപ്പൊ ഇങ്ങനെ കറങ്ങുന്നതിന് നമ്മൾ എന്താ പറയുക? എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ ഒരു പരാബോള ടൈപ്പ് ഓർബിറ്റ് എന്ന് പറയും. അപ്പൊ ഈ ഓർബിറ്റുകൾ പല ടൈപ്പിലുണ്ട്. ഇങ്ങനെ ഓർബിറ്റ് ഉണ്ട്, ഇങ്ങനെ ഓർബിറ്റ്, അങ്ങനെ പല രീതിയിൽ ഓർബിറ്റ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയുടെ ചുറ്റും നിങ്ങൾ ഗൂഗിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ചുറ്റും കോടി എന്ന് പറയാം ലക്ഷക്കണക്കിന് സാറ്റലൈറ്റുകൾ ഉണ്ട്. അപ്പൊ ഈ സാറ്റലൈറ്റുകൾ ഈ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോ പാലിയേക്കര ട്രാഫിക് ജാം ഉണ്ടാവുന്നത് പോലെയും തൃശ്ശൂർ റൗണ്ടില് തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ കാറുകൾ ബ്ലോക്ക് ആവുന്നത് പോലെയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നത് പോലെയൊക്കെ സ്പേസിലും ബ്ലോക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ടൊരു പുതിയ ഓർബിറ്റ് അല്ലെങ്കിൽ പോകാനുള്ള വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടാവും. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഒരു പരിപാടിയുടെ അത്ര ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഒരു യുണീക് ലൂണാർ ഓർബിറ്റ് ദാറ്റ് വിൽ ബി യൂസ് ഫോർ ഫ്യൂച്ചർ മിഷൻ. ഇതാണ് പ്ലാൻ. ഇതിനാണ് ക്യാപ്സ്റ്റോൺ എന്ന ഒരു ന്യൂ സാറ്റലൈറ്റിനെ അവർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ നാസ ലോഞ്ച് ദ ക്യാപ്സ്റ്റോൺ. നമ്മുടെ വീട്ടിലൊക്കെയുള്ള കുഞ്ഞ് മൈക്രോവേവിന്റെ അത്രയും വലിപ്പമുള്ള ഏകദേശം 25 കിലോ സാധനമുള്ള ഒരു കുഞ്ഞ് സാറ്റലൈറ്റ് ആണ്. അത്രേ ഉള്ളൂ. ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. സോ വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് ക്യാപ്സ്റ്റോൺ? ദാറ്റ് ഈസ് സിസ്ലൂണാർ ഓട്ടോണോമസ് പൊസിഷനിങ് സിസ്റ്റം ടെക്നോളജി ഓപ്പറേഷൻ ആൻഡ് നാവിഗേഷൻ എക്സ്പെരിമെന്റ്. ഇതാണ് അതിന്റെ ഫുൾ ഫോം. എലിപ്റ്റിക്കൽ ലൂണാർ ഓർബിറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി കണക്കിൽ വെച്ചാൽ 3 ഓർബിറ്റിംഗ് ഔട്ട്പോസ്റ്റ് പാർട്ട് ഓഫ് നാസയുടെ ആർട്ടിമിസ് പ്രോഗ്രാം. ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. അതിനുവേണ്ടി ഒരു വഴി നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം എന്നുള്ളതാണ്. സോ ഈ ഓർബിറ്റിന് പോകാനുള്ള വഴി കൃത്യമായിട്ട് വഴി വെട്ടി ആ വഴിക്ക് തന്നെ പോകാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്യാപ്സ്റ്റോൺ വിട്ടത്. അതുകൊണ്ട് ആ വഴിയുടെ പേരുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് നിയർ റെക്ടിലിനിയർ ഹാലോ ഓർബിറ്റ്, NRHO. ഇതുവഴിയാണ് നമ്മൾ ഇനി ഫ്യൂച്ചർ പരിപാടികളെല്ലാം നടത്തുന്നത്. അപ്പം ഇവിടെ ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചായിരുന്നു, മൂൺ ഓർബിറ്റിംഗ് ഔട്ട്പോസ്റ്റ് ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് നാസാസ് ആർട്ടിമിസ് പ്രോഗ്രാം.
ആർട്ടിമിസ് പ്രോഗ്രാം അല്ലെങ്കിൽ ആർട്ടിമിസ് മിഷൻ എന്ന് പറഞ്ഞാല് നാസയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മിഷനാണ്. ഇപ്പൊ മിഷൻ 1, 2, 3 അല്ലെങ്കിൽ ആർട്ടിമിസ് 1, 2, 3 എന്ന് പറഞ്ഞ 2-3 മിഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ലൂണാറിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആർട്ടിമിസ് എന്ന് പറയുമ്പോൾ അപ്പോളോ ഗ്രീക്ക് മിത്തോളജി എടുത്ത പേരാണ്. അപ്പം നാസയുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഒരു ആർട്ടിമിസ് ബേസ് ക്യാമ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ആളുകളെ പതുക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പൊ ഫസ്റ്റ് ആർട്ടിമിസ് 1 മിഷനിൽ ഒരു ഫ്ലൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഡീപ് സീ എക്സ്പ്ലോറേഷൻ സിസ്റ്റം, പിന്നെ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിൽ കൊണ്ടുപോയി അങ്ങനെ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ജസ്റ്റ് ആ പോയിന്റ്സ് നിങ്ങൾ വായിച്ചാൽ മതി. ഇതിൽ ഈ ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റും അതുപോലെ സ്പേസ് ലോഞ്ച് സിസ്റ്റം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ മോസ്റ്റ് പവർഫുൾ റോക്കറ്റ് ഇൻ ദ വേൾഡ് ആണ്. 2,80,000 മൈൽസ് ഫ്രം എർത്ത് ട്രാവൽ ചെയ്യാനൊക്കെ കേപ്പബിലിറ്റി ഉള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ആർട്ടിമിസ് 1 മിഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ആർട്ടിമിസ് 1 മാത്രമല്ല, ആർട്ടിമിസ് 2 ഉണ്ട്. അത് ഫസ്റ്റ് ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റ് ടാർഗറ്റ് 2023. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ 2024 ആണ്. സോ ദേ ഹാർ ഓൾറെഡി പ്ലാൻ ഫോർ ആർട്ടിമിസ് 3. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ, സുനിത വില്യംസ് ഓൾറെഡി സ്പേസിലേക്ക് പറന്നു പോയിട്ടുണ്ട്. സുനിത വില്യംസ് ഇസ് നോട്ട് കമ്മിങ് ബാക്ക് ബിക്കോസ് ഓഫ് എ സൂപ്പർ ബഗ്. ഉണ്ടോ? പത്രം വായിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കട്ടെ. ആരെങ്കിലും ഇത് ഈ ന്യൂസ് കേട്ടിട്ടുണ്ടോ? എന്റെ ക്ലാസ്സിൽ 15 പേരുണ്ട്. ആരെങ്കിലും സുനിത വില്യംസ് റീസെന്റ് സ്പേസിലേക്ക് പോയെന്നും സുനിത വില്യംസ് തിരിച്ചു വരുന്നില്ലെന്നും കാരണം സൂപ്പർ ബഗ് ആണെന്നും കേട്ടോ മേരി? സുനിത വില്യംസ് പോയിന്ന് കേട്ടോ? അത്രയെങ്കിലും മതി സാറില്ല. എന്തുകൊണ്ട് റിട്ടേൺ വന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ്. സൂപ്പർ ബഗ് എന്നൊരു സാധനം ഉണ്ട്. സൂപ്പർ ബഗ് ഈസ് എ വെരി ഹൈഫൈ ബാക്ടീരിയ. ഉണ്ടോ? ഈ ബാക്ടീരിയ സുനിത വില്യംസിന്റെ ബോഡിയിൽ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് സുനിത വില്യംസ് റിട്ടേൺ വരാത്തത്. അപ്പൊ റിട്ടേൺ സുനിത വില്യംസ് ഇങ്ങോട്ട് വന്നാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ചിലപ്പോൾ അത് പകർന്നു പിടിക്കാം, കൊറോണ പോലെ. അതുകൊണ്ട് സുനിത വില്യംസിനെ അവിടെ വെച്ച് ക്യൂർ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഈ ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് വിങ് ഉണ്ട് നാസയുടെ. ആ നാസയുടെ റിസർച്ച് വിങ്ങിന്റെ ഹെഡ് ആരാന്ന് നിങ്ങൾ നോക്കുക. പേര് വളരെ രസമുള്ള പേരാണ്, ഒരു സൗത്ത് ഇന്ത്യൻ പേരാണ്. ഓക്കെ, സോ നാസയിൽ ഏകദേശം ഒരു 40% സയന്റിസ്റ്റുകൾ ഇന്ത്യക്കാരാണെന്നുള്ളതാണ് മറ്റൊരു വിഷമമുള്ള കാര്യം. വിഷമം പറയാൻ വേണമെങ്കിൽ, കാരണം ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക IIT അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയേഴ്സ് കാറ്റഗറിയിലുള്ളവരെല്ലാം they will fly to USA and join any of these kind of companies, നാസ അടക്കം. അങ്ങനെയുള്ള ഇവിടെയുള്ള നല്ല നല്ല ബ്രെയിനുകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്ന പരിപാടിക്ക് പറഞ്ഞ പേരാണ് ബ്രെയിൻ ഡ്രെയിൻ ഇഷ്യൂ. ഓക്കെ, ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒഴുകി പോവാ. സോ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് ഇവരെ ഇവിടെ പിടിച്ചു നിർത്താൻ നമ്മുടെ സിസ്റ്റത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. നല്ല പാക്കേജ് സാലറി കൊടുത്ത് ഇവിടെ നിർത്താൻ പറ്റും എന്നുള്ളതാണ് വേറൊരു വശം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മള് ഇന്നത്തെ ഷീറ്റിന്റെ അകത്ത് ഈ ഒരു ഷീറ്റിന്റെ അകത്ത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. അത് കുഞ്ഞു ന്യൂസ് ആണ്. 1-2 സ്ഥലങ്ങൾ, ഇന്റർനാഷണൽ സ്ഥലങ്ങളാണ്. ഒന്ന് മോർട്ടാറ, ഇറ്റലിയിലുള്ള ഒരു മോർട്ടാറ സ്ഥലമാണ്. അവിടെ ഒരു ഇറ്റലി കൂടെ ഒരു ചെറിയ റിവർ ഒഴുകുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയില് ഗംഗ ഒഴുകുന്നത് പോലെ അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള റിവറാണ് പോ വാലി അല്ലെങ്കിൽ റിവർ പോ. ഈ റിവർ പോയുടെ താഴ്വാരത്ത് സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ നമ്മൾ നെൽകൃഷി നടത്തും. ഇപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയിലെ മോർട്ടാറയില് ഈ കഴിഞ്ഞ 70 വർഷമായിട്ടില്ലാത്ത വളരെ വലിയൊരു വരൾച്ച ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ അരി കൃഷി ചെയ്യുന്നത് ബാധിച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ട് ഈ സ്ഥലവും ആ റിവറും ഒന്ന് മാത്രം ഓർത്തു വെച്ചു. ഓക്കെ, അപ്പൊ പോ റിവർ ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇറ്റലി. ഓക്കെ, സോ അതാണ് വേറെ ഇമ്പോർട്ടൻറ്റ്. ബാക്കി റെസ്റ്റ് ഓഫ് ദി ന്യൂസ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ ഇറ്റലിയുടെ 1/3 ഓഫ് ദ പോപ്പുലേഷൻ ഈ റിവറിന്, അതിപ്പോ എല്ലാ രാജ്യത്തും നിങ്ങൾ നോക്കിയാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നദിയോട് ചേർന്നായിരിക്കും എല്ലാവരും താമസിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ കേരളം നിങ്ങൾ നോക്കിയാൽ കേരളത്തിലെ പെരിയാർ ഒഴുകി പോകുന്നത് ആലുവയിൽ കൂടെയാണ്, ആലുവ എറണാകുളം. അപ്പൊ സ്വാഭാവികമായിട്ട് നോക്കിയേ പെരിയാറിന്റെ തീരത്താണ് എല്ലാവരും താമസിക്കുന്നത്, ഗംഗയുടെ തീരത്താണ് എല്ലാവരും താമസിക്കുന്നത്. കൊൽക്കട്ടയിൽ നോക്കിയാൽ ഹൂഗ്ലി റിവറിന്റെ തീരത്താണ് എല്ലാവരും താമസിക്കുന്നത്. അപ്പൊ അത് പണ്ട് തൊട്ടേ നമ്മൾ അങ്ങനെയാണ് റിവർ. അപ്പം സ്വാഭാവികമായിട്ടും പോ റിവർ ബേസിൻ എന്താന്ന് നോക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് സ്ഥലം പത്രത്തിൽ വന്നതാണ് ക്രെമെൻചുക്ക്, ഉക്രൈനിലെ ഒരു സ്ഥലമാണ്. നത്തിങ്, ക്രൗഡഡ് ഷോപ്പിംഗ് സിറ്റിയാണ്. അവിടെ ഒരു ആക്രമണം ഉണ്ടായെന്നുള്ളതാണ് ന്യൂസ്. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ. പിന്നെ അടുത്ത് ഉക്രൈനിൽ തന്നെ വേറൊരു സ്ഥലമാണ്, ദാറ്റ് ഇസ് മൈക്ലോവ്. അവിടെയും
ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഒരു ഇടപെടൽ ഉണ്ടായെന്നുള്ളത് മാത്രമാണ്. സോ 2 സ്ഥലങ്ങൾ ജസ്റ്റ് പരിചയപ്പെടാന്ന് മാത്രമേ ഉള്ളൂ. പ്ലേസസ് ഇൻ ന്യൂസ്. അപ്പം നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഈ കറണ്ട് അഫയർ ഷീറ്റിൽ ഞാൻ ഒന്നുകൂടെ ബാക്കിലോട്ട് പോയിട്ട് വരാം. സോ ദ ഫസ്റ്റ് ടോപ്പിക് വി ആർ ഡിസ്കസിങ് ഈസ് അബൌട്ട് ദ അറ്റോർണി ജനറൽ. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് GST ആൻഡ് ദ കൗൺസിൽ. മൂന്നാമത് നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് ഇറ്റ്സ് അബൌട്ട് ദ PSES, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തേത് നാസയുടെ ഒരു ഓർബിറ്റ് ആയിരുന്നു ക്യാപ്സ്റ്റോൺ. അഞ്ചാമത്തേത് കുറച്ച് സ്ഥലങ്ങൾ, പോ റിവർ വാലി. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ 5 ടോപ്പിക്കുകളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ശ്രീലക്ഷ്മി, എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരെ പറഞ്ഞത്? ഇല്ല സർ, രശ്മി? ക്ലിയർ ആണ് സർ. ഇനി ഞാൻ പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അഭിഷ? യെസ് സർ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഞാൻ പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് അൺമ്യൂട്ട് ചെയ്യോ? എല്ലാരും പേര് വിളിച്ചു. എന്നെ വിളിച്ചില്ല. സൗമ്യ മനസ്സിലായോടാ? മനസ്സിലായി. വേറെ ആരെങ്കിലും? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നമുക്ക് ഒരു ടോപ്പിക് കൂടെ നോക്കാം. ഞാൻ അടുത്ത ഷീറ്റിലേക്ക് പോവാണ്. അടുത്ത ഷീറ്റിലേക്ക് വരാം. ഓക്കെ, സൗമ്യ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. യെസ്. നെക്സ്റ്റ് ടോപ്പിക് ഇറ്റ്സ് അബൌട്ട് ദ പോയം പ്ലാറ്റ്ഫോം. പോയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഒരു മിനിറ്റ്, എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയെന്ന് നോക്കട്ടെ. ഇല്ല, നത്തിങ്. പോയം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഒരു പ്രോഗ്രാം. അപ്പൊ ISRO പ്രോഗ്രാമിൽ എന്താണ് നമ്മള് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ISROയ്ക്കും സെൻട്രൽ ഗവൺമെന്റ് അവരുടെ ബഡ്ജറ്റിൽ ഒരു 10,000 കോടി ചിലപ്പോൾ ISRO കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ ചെലവുകൾ ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും. അപ്പൊ കൂടുതൽ വരുന്ന ചെലവുകൾ ISRO മീറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ ടെക്നോളജി ബാക്കിയുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുകയോ ബാക്കി രാജ്യങ്ങളെ സഹായിക്കുകയോ ചെയ്യും. ഫോർ എക്സാമ്പിൾ, സിംഗപ്പൂരിന്റെ 3 സാറ്റലൈറ്റുകളെ സിംഗപ്പൂരുകാർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഓർബിറ്റിൽ കൊണ്ടുപോയി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ സിംഗപ്പൂരിൽ നിന്നുള്ള രാജ്യത്ത് നമ്മൾ പൈസ വാങ്ങിക്കും. അപ്പൊ അങ്ങനെയുള്ള പരിപാടി നമുക്കുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എന്താ ന്യൂസിൽ എന്താ പ്ലേസസ് 3 സിംഗപ്പൂർ സാറ്റലൈറ്റ് and 6 experiments in orbit in the second launch in this year. The first one having placed an Indian Earth observation satellite in the orbit. അപ്പൊ ഇവിടെ പോയം എന്ന് പറയാനുള്ള കാരണം വേറൊന്നുമില്ല, PSLVയുടെ ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ ആണ് പോയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം വരുവാണ്, ഈ PSLV ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, GSLV എന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ കമ്പാരിസൺ ജസ്റ്റ് മനസ്സിലാക്കാം. ഒരു മിനിറ്റ്. യെസ്, അപ്പോ അപ്പൊ ഇവിടെ ഒരു കമ്പാരിസൺ നമുക്ക് ജസ്റ്റ് നോക്കാം. എഴുതാം, കാണാൻ പറ്റുന്നില്ല. PSLV, ഓക്കെ, GSLV, പിന്നെ ഒരു സാധനമാണ് SSLV. ഇതിൽ LV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് വെഹിക്കിൾ മാത്രമേ ഉള്ളൂ. LV എന്ന് പറഞ്ഞാൽ ലോഞ്ച് വെഹിക്കിൾ, അങ്ങോട്ട് കയറ്റി വിടുന്ന വണ്ടി. അപ്പൊ PS എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പോളാർ സാറ്റലൈറ്റ് ആണ്. അപ്പം പോളാറിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് പോകും. അപ്പൊ നമ്മൾ നോക്കിയാൽ എർത്ത് ഇങ്ങനെ ഇരിക്കുമല്ലേ, എർത്ത് ഇങ്ങനെ ഇരിക്കും റൗണ്ട് ഷേപ്പില്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു പോൾ ഉണ്ട്, താഴെ നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു എർത്ത്, ഇവിടെ ഒരു എർത്ത് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വലിയൊരു എർത്ത് ഉണ്ട്. ശരിയാണല്ലോ. ഒരു മിനിറ്റ്, ഇതാ ഇങ്ങനെ ഒരു എർത്ത് നമ്മൾ അടിക്കാൻ. അപ്പൊ എർത്തിനോട് ചേർന്ന് എർത്ത് ഇങ്ങനെ ഒരു ആക്സിസ് കറങ്ങുവാണല്ലോ. അപ്പം നമ്മൾ ഇരിക്കുന്ന ഇപ്പൊ ഇക്വേറ്ററിനോട് ചേർന്ന്, ഇന്ത്യ സെൻട്രലാണ് ഇക്വേറ്റർ. ഈ ഇക്വേറ്ററിനോട് ചേർന്ന് നമ്മൾ ഒരു സാറ്റലൈറ്റിനെ വിട്ടാൽ, ഇങ്ങനെ ഒരു സാറ്റലൈറ്റിനെ വിട്ടാല് ആ സാറ്റലൈറ്റ് നമ്മൾക്കൊപ്പം കറങ്ങും. അതായത് ഇപ്പൊ ഇന്ത്യയുടെ നേരെ മുകളിലാണ് സാറ്റലൈറ്റ് വിടുന്നതെങ്കിൽ ആ സാറ്റലൈറ്റ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നേരെ മുകളിൽ കൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം എന്താ, ഇന്ത്യ എന്നുള്ള നമ്മുടെ ഇക്വേറ്ററിനോട് ചേർന്ന് നിൽക്കുന്ന ആ രാജ്യത്തിന്റെ നേരെ മുകളിലാവുമ്പോൾ എർത്ത് കറങ്ങുന്നതിനൊപ്പം തന്നെ കറങ്ങും. അപ്പൊ എർത്തിന്റെ ഒപ്പം തന്നെ കറങ്ങുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. എന്നാൽ ചിലത് എന്താണ്, ചിലത് നേരെ ഇവിടെ നേരെ പോളിന്റെ നേരെ മുകളിലാണ് പോൾ. അപ്പൊ ഇവിടെയാണ് സാറ്റലൈറ്റിനെ ഫിക്സ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ച്, അതായത് ഓരോ രാജ്യക്കാരുടെയും ആവശ്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്ഥലങ്ങളിലാണ് സാറ്റലൈറ്റുകളെ ഫിക്സ് ചെയ്യുക. അപ്പൊ എന്റെ ഡൗട്ട് ഇത്രയേ ഉള്ളൂ, ഇക്വേറ്ററിന്റെ നേരെ മുകളിൽ സാറ്റലൈറ്റ് വിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഒപ്പം തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് റേഞ്ച് കിട്ടാനോ അല്ലെങ്കിൽ TV ചാനൽസോ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ട സാറ്റലൈറ്റുകള് ജിയോ സിങ്ക്രോണസ് ആയിരിക്കും. കാരണം എന്താ, നമ്മുടെ ഒപ്പം കറങ്ങിക്കൊണ്ടിരിക്കും. അല്ലാതെ ഇന്ത്യ കറങ്ങുന്നതിനേക്കാളും 10 കിലോമീറ്റർ അപ്പുറയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാറ്റലൈറ്റ് കറങ്ങുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സിഗ്നൽസ് കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എല്ലാം ലോഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് GSLV എന്ന് ഓർത്താണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് GSLV എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ. അപ്പോ സ്വാഭാവികമായിട്ട് ചോദ്യം ചോദിക്കും, ഒരു മിനിറ്റ്. അപ്പൊ ചോദ്യം ചോദിക്കും PSLV എന്താണ്? PSLV എന്ന് പറഞ്ഞാൽ എർത്തിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. എർത്തിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ PSLV. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ PSLV വേറൊരു കാര്യമുണ്ട്, റിമോട്ട് സെൻസിങ് എന്ന് പറയും. അതായത് നമുക്കിപ്പോ ഇടി മഴയുണ്ടോ, ചുഴലിക്കാറ്റ് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള ക്ലൗഡിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാനും നമ്മൾ റിമോട്ട് സെൻസിങ് ആയിട്ടും PSLV ഉണ്ട്. ഇതേ എർത്ത് ഒബ്സർവേഷൻ തന്നെയാണ് SSLVക്ക് ഉള്ളത്. SSLV എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്മോൾ സാറ്റലൈറ്റ്. അപ്പൊ ഇവിടെ എന്താണ് മുമ്പേ പറഞ്ഞത്, ജിയോ സിങ്ക്രണസ് കേട്ടോ, ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഓക്കെ. അത് സ്മോൾ സാറ്റലൈറ്റ് എന്താണ്, എർത്തിന്റെ ഒബ്സർവേഷൻ. ഓക്കെ. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് PSLV ആണ് ഫസ്റ്റ്. അപ്പൊ ഒരു പഴയത്, ദെൻ GSLV കുറച്ചുകൂടെ പുതിയത്, SSLV പുതിയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ ഇതില് ഈ PSLV എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കി മനസ്സിലായതുകൊണ്ട്, ഇപ്പൊ എർത്ത് ഇവിടെ അല്ലേ, എർത്തിന്റെ പോളാർ, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിൽ നിന്നൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്യണം. നോർത്ത് പോൾ സൗത്ത് പോളിൽ ലോഞ്ച് ചെയ്താൽ വളരെ അടുത്താണ്, പെട്ടെന്ന് തന്നെ നമുക്ക് സ്പേസിലേക്ക് പോവാം. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, നമ്മൾ ഈ എർത്ത് എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഉരുണ്ടല്ലേ. നിങ്ങള് എർത്തിന്റെ പടം എടുത്ത് നോക്കണം. അപ്പൊ എർത്ത് ശരിക്കും പറഞ്ഞാൽ ചളുങ്ങിയായിരിക്കണം, ചളുങ്ങി. അപ്പൊ ഇതാണ് ഇക്വേറ്റർ, ഇതാണ് നോർത്ത് പോൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചളുങ്ങിയിരിക്കുന്നതുകൊണ്ട് പോളാർ റീജിയൻ, അതായത് നോർത്ത് പോളിൽ സൗത്ത് പോളിൽ എത്തിയാല് ഔട്ടർ സ്പേസിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. കുറച്ച് ദൂരം ഉള്ളൂ, കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 600 കിലോമീറ്റർ കിട്ടും. ഓക്കെ. എന്നാല് ഇക്വേറ്ററിൽ നിന്ന് മുകളിലോട്ട് ചാടി പോണെങ്കിലോ ദൂരം കൂടുതലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹൈറ്റ് കൂടുതൽ നോക്കിയിട്ടും നമ്മൾ സാറ്റലൈറ്റുകളെ എവിടെ നിന്ന് ഫിക്സ് ചെയ്യാൻ തീരുമാനിക്കും. അപ്പം പോളാർ സാറ്റലൈറ്റിന് ഏകദേശം ഒരു 600 കിലോമീറ്റേഴ്സ് ഏകദേശം വരുന്നെങ്കിൽ ജിയോ സിങ്ക്രോണസിന്റെ കേസിൽ ഒരു 36,000 കിലോമീറ്റേഴ്സ്. പലതും ഡിപ്പെൻഡബിൾ ആണ് കേട്ടോ. ആൻഡ് സ്മോൾ സ്കെയിലിൽ നമ്മൾ ഏകദേശം ഒരു 500 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യും. അപ്പൊ പോൾ ടു പോൾ ആണ്. അപ്പൊ ഈ ജിയോ സിങ്ക്രോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റേഞ്ചിൽ വരെയും പോവാം കേട്ടോ. വളരെ അടുത്തും വിടാൻ പറ്റും, അങ്ങ് ദൂരം വിടാം, എങ്ങനെ വേണം. ഓരോ ഓർബിറ്റ് അനുസരിച്ച് നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ വേറൊരു കാര്യം കൂടെ ഇതുമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്, കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാല് 3 ടൈപ്പ് ഓഫ് ഫ്യൂവൽ റോക്കറ്റുകളാണ് ഉണ്ടാവുക. ഒന്ന് ലിക്വിഡ് ടൈപ്പ്, 2 സോളിഡ്, മൂന്നാമത്തെ ഒരു സാധനമാണ് ക്രയോജനിക് മെഷീൻസ്. അങ്ങനെ 3 ടൈപ്പ് നമുക്കുണ്ട്. അതിൽ ക്രയോജനിക് ആണ് നമ്മൾ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ദാറ്റ് ഈസ് നമ്മൾ ബാഹുബലി എന്നൊരു റോക്കറ്റ് ഉണ്ട്, Mark 3, ISROയുടെ Mark 3 റോക്കറ്റ് ആണ്. ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഇന്ത്യക്ക്. ഐ വിൽ സജസ്റ്റ് ഫ്യൂ മൂവീസ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിച്ച് മടുക്കുമ്പോൾ കാണാൻ പറ്റുന്ന 1-2 സിനിമകൾ പറയാം. ഒന്ന്, ഇറ്റ്സ് എ മൂവി ബൈ ദ ഫിലിം സ്റ്റാർ മാധവൻ, റോക്കറ്റ്രി. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ക്രയോജനിക് എൻജിൻ. അല്ലെ, അതിന്റെ നമ്പി നാരായൺ എന്ന് പറഞ്ഞ ആളുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് റോക്കറ്റ്രി. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ മൂവി, വാച്ച് ഇറ്റ്. ആൻഡ് ദ സെക്കൻഡ് മൂവി ഈസ് അബൌട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ദ പരമാണു. ഓക്കെ, ഈസ് ബൈ ഹിന്ദി മൂവിയാണ്. ഇത് ഫസ്റ്റ് ഇസ് തമിഴ് മൂവി, സെക്കൻഡ് ഇസ് ഹിന്ദി മൂവി. And if you have time, you can watch certain other movies also. That is Martian. It is an English movie. And fourth movie, I will say, it's about Gravity by Sandra Bullock. English movie ആണ്.
ആൻഡ് ദ ഫിഫ്ത്ത് സിനിമ ഐ വിൽ സജസ്റ്റ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ചിലപ്പം, ഇന്റർസ്റ്റെല്ലാർ. These are the classic movies which you can watch in between. Okay, നിങ്ങൾക്ക് ബോറടി പഠിച്ച് മടുക്കുമ്പോൾ ഇടയ്ക്ക് ഒരു മോട്ടിവേഷന് വേണ്ടിയുള്ള പടങ്ങളാണ്. ഇറ്റ്സ് വെരി ക്ലാസ് മൂവീസ്. അപ്പൊ വീണ്ടും വരാം PSLV. ഇപ്പൊ PSLVയുടെ ഉപയോഗിച്ചിട്ട് ഓർബിറ്റൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പോയം. വാട്ട് ഈസ് പോയം? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ PSLV ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 4 സ്റ്റേജിലാണ് PSLV റോക്കറ്റ് പോകുക. ഇപ്പൊ നമ്മൾ കത്തിച്ചു വിട്ടാൽ 1, then 2, then 3, then 4. അപ്പൊ ഇതില് 4 ഏറ്റവും മുകളിലിരിക്കുന്ന ആ ഒരു പീസ് മാത്രമേ സ്പേസിലേക്ക് പോകുന്നുള്ളൂ. ബാക്കിയുള്ള പീസുകൾ നേരെ കടലിൽ വന്ന് വീഴും, നമുക്ക് റീയൂസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് അവര് ചെയ്തിട്ടുണ്ടാവുക. സോ സ്വാഭാവികമായിട്ടും പോയത്തിന്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നാവിഗേഷൻ, ഗൈഡൻസ് ആൻഡ് കൺട്രോൾ. നിങ്ങൾ റീസെന്റ് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചന്ദ്രയാൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചന്ദ്രനിൽ പോയിട്ട് ഓട്ടോമാറ്റിക്കലി അത് ലാൻഡ് ചെയ്തു. ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഓട്ടോമാറ്റിക്കലി ലാൻഡ് ചെയ്തു. ഒരു കാര്യം കൂടെ ചെയ്തു, അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ലാൻഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് വീണ്ടും പതുക്കെ പൊങ്ങി, ഐ തിങ്ക് ഒരു 10 മീറ്ററോ അങ്ങോട്ട് മാറി വീണ്ടും പോയിരുന്നു എന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? നാവിഗേഷൻ, ഗൈഡൻസ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പോയത്തിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ ഈ പോയത്തിന്റെ സാറ്റലൈറ്റിന്റെ അകത്ത് ഈ പോയത്തിന് വേണ്ടിയുള്ള പവർ സോളാർ പാനൽ ഉപയോഗിച്ചും അതുപോലെ ലിഥിയം അയോൺ ബാറ്ററി ഉപയോഗിച്ചുമാണ് കിട്ടുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ISROയുടെ പോയം എന്ന പോയിന്റിൽ നമുക്ക് ഓർത്തു വെക്കാനുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരുതരം റാങ്കിങ് ആണ്. റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്നു, അപ്പൊ റാങ്ക് കിട്ടുമ്പോൾ ഫസ്റ്റ് റാങ്ക് എനിക്ക് നമ്മൾ പറയുമല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയില് എത്ര സ്റ്റേറ്റ് ഉണ്ട്? 28 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പം ഒരാള് ഇന്ത്യയിലോട്ട് ബിസിനസ് ചെയ്യാൻ വരുമ്പോ ഏറ്റവും പെട്ടെന്ന് ബിസിനസിന്റെ പ്രൊസീജിയേഴ്സ് ചെയ്തു തരുന്ന ഏത് സ്റ്റേറ്റ് ആണെന്ന് നോക്കും. അപ്പൊ നന്നായിട്ട് പെട്ടെന്ന് ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റിലല്ലേ എല്ലാവരും വന്ന് ബിസിനസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള സ്റ്റേറ്റിന്റെ ലിസ്റ്റ് കൊടുക്കുന്നതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്ന ആരാന്ന് ചോദിച്ചാൽ വേൾഡ് ബാങ്ക്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇന്റേണൽ ട്രേഡ് DPIIT ആൻഡ് ഓൾസോ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. ഇവരാണ് ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മിടുക്കരായിട്ടുള്ള ഏത് സ്റ്റേറ്റ് ആണോ? ഇപ്പൊ 2021 ടൈം പീരീഡിൽ 97 സ്കോർ കൊണ്ട് ആന്ധ്രാപ്രദേശ് ടോപ്പ് വരുന്നു, സെക്കൻഡ് ഗുജറാത്ത് വരുന്നു, തമിഴ്നാട് തേർഡ് വരുന്നു, തെലുങ്കാന ഫോർത്ത് വരുന്നു. അങ്ങനെ വന്ന് ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ് ആയിരുന്നു എനിക്ക് ഓർമ്മ നമ്മുടെ കൊച്ചു കേരളത്തിൽ. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സുകാരനും വരാൻ പോകുന്നില്ല. വന്നു കഴിഞ്ഞാൽ ആ വരവോടുകൂടി അയാൾ ഇല്ലാതായി പോകും. അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റ് വിൽ ടേക്ക് ആക്ഷൻസ്. എന്നിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ടോപ്പ് ആക്കി വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകളും പൈസകളും വരികയും നമ്മുടെ ചെറുപ്പക്കാർക്കും ഗവൺമെന്റിനും ഒക്കെ നല്ല ടാക്സ് കിട്ടുകയും ജോലി കിട്ടുകയും ചെയ്യുകയും ആ കാശ് ഉപയോഗിച്ച് നല്ല റോഡുകളും സൗകര്യങ്ങളും കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ പെട്ട് പട്ടിണിയായിട്ട് ഒരു സംസ്ഥാനം തകരും. So this is about the ranking in ease of doing business. Next important topic, Multi-Agency Maritime Security Group, MAMSG. വേറെ ഒന്നുമില്ല, വലിയ സീരിയസ് ആയ വിഷയമല്ല. ഇന്ത്യയില് ഇപ്പം പുതിയ മന്ത്രിസഭ വന്നു, പുതിയ പ്രധാനമന്ത്രി, പഴയ പ്രധാനമന്ത്രി തന്നെ പുതിയതായിട്ട് അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാ പ്രധാനമന്ത്രിമാരെയും നാഷണൽ ലെവൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, NSA. കഴിഞ്ഞ വർഷവും അജിത് ഡോവൽ ആയിരുന്നു, ഈ വർഷവും പുതിയതായിട്ട് ഇയാളെ തന്നെയാണ് അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ ഇതില് കടലിൽ നിന്നുള്ള, ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് ചുറ്റും നിങ്ങൾക്കറിയാം, ഇന്ത്യയെ നോക്കിയാൽ അറബിക്കടലുണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, ബേ ഓഫ് ബംഗാൾ ഉണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നൈബറിംഗ് രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ശ്രീലങ്ക പോലെ, അല്ലെങ്കിൽ മ്യാൻമർ പോലെ, മൗറീഷ്യസ് പോലെ, ബാലി പോലെ, ഇങ്ങനെയൊക്കെ ഐലൻഡ്സുകളും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും ഉണ്ട്. ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്ന് നിന്നാലല്ലേ ഈ ഒരു ഏരിയയിൽ സെക്യൂരിറ്റി കിട്ടുള്ളൂ, സെക്യൂരിറ്റി കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. അതാണ് മൾട്ടി ഏജൻസി മാരിടൈം സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആരുടെ സജഷൻ ആണ്? അതാണ് അജിത് ഡോവൽ. ഓക്കെ, വേറൊന്നുമില്ല. അപ്പൊ ഇതില് ഈ ഒരു പരിപാടിയുടെ ചെയർ ആരാണ്? ഫസ്റ്റ് നാഷണൽ മാരിടൈം സെക്യൂരിറ്റി കോർഡിനേറ്റർ വൈസ് അഡ്മിറൽ അശോക് കുമാർ ആണ്, റിട്ടയർഡ് ആണ്, അയാളെയാണ് അപ്പോയിന്റ് ചെയ്തത്.
ഇത്രയും പോയിന്റ്സേ ഉള്ളൂ. റെസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് നിങ്ങൾക്ക് വായിക്കാം. അപ്പം നമ്മുടെ കടൽ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ കടൽ വഴിയുള്ള ഈ ഒരു സെക്യൂരിറ്റി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് അറിയാമോ? താഴെ എഴുതിക്കണുണ്ടോ? ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തിന്റെ 95%, so 95% of the Indian trade is maritime and routed via 12 major and over 200 non-major port. തുറമുഖങ്ങൾ വഴിയാണ്. ഇന്ത്യയിൽ 12 മെയിൻ തുറമുഖങ്ങളുണ്ട്. ആ തുറമുഖങ്ങൾ വഴിയാണ് 95% ബിസിനസ് നടക്കുക. അപ്പം കടലിലെ ബിസിനസ്സുകൾ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടായാൽ ബാധിക്കില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം. Okay, and the next most important topic which we need to understand is about the eco-sensitive zone, ESZ. ഇപ്പൊ നമ്മുടെ കേരളമാണ് ശരിക്കും പറഞ്ഞത്. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു, ഡിബേറ്റ് ഉണ്ട്. ദാറ്റ് ഇസ് അബൌട്ട് ദ WGEEP. ഫുൾ ഫോം അറിയണം, വെസ്റ്റേൺ ഗാർഡ്സ്. അപ്പൊ നമ്മുടെ പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാർഡ്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. 2018 കേരളത്തിൽ വെള്ളം പൊങ്ങിയത്. ഈ വെള്ളം പോകുന്നതിനൊക്കെ ഒരു 4-5 വർഷം മുമ്പേ ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുമായിരുന്നു കേരളത്തിൽ ഫ്ലഡ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്, എല്ലാവരും ശ്രദ്ധിക്കണം, ഇവിടെ പാറമടകൾ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ പെർമിഷൻ കൊടുക്കരുത്, നമ്മൾ എക്കോളജിക്കലി ഭയങ്കര സെൻസിറ്റീവ് സംസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു റിപ്പോർട്ടാണിത്, ഗഡ്ഗിൽ കമ്മിറ്റി റെക്കമെൻഡേഷൻ. ഓക്കെ, അപ്പൊ അവര് പറയുന്ന അനുസരിച്ച് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് തരംതിരിച്ച് അവരെ എല്ലാം സംരക്ഷിക്കണം. അപ്പൊ ഈ പാനലില് അവര് 142 താലൂക്കുകൾ ഇതുപോലെ എക്കോളജി സെൻസിറ്റീവ് സോൺ 1, 2, 3 എന്ന ഗണത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. അതില് ESZ എക്കോളജി സെൻസിറ്റീവ് സോൺ 1 ഹൈ പ്രയോറിറ്റിയാണ്. ഓക്കെ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ അവിടെ നിന്ന് പുതിയ ഡാം പണിയാനോ ഒന്നും ചെയ്യാൻ പാടില്ല, ഭയങ്കര പ്രോബ്ലം ഭാവിയിൽ ഉണ്ടാവും എന്നാണ് ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നമ്മളോട് പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ വീണ്ടും അവിടെ ഡാം പണിയാനും മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു പണിയാണെന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. സ്വാഭാവികമായിട്ടും അതൊന്നും പോസിബിൾ അല്ല. പോസിബിൾ ആയാൽ ഇന്ത്യയില് ഇനി കേരളം ഒരു സംസ്ഥാനം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത. സോ ഇതാണ് മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ട്. ബാക്കിയുള്ള താഴെ നിൽക്കുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് എൻട്രോ മാത്രമേ എനിക്ക് പറയാം. ഈ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഈ പറഞ്ഞ പോലെ പാറകളും ഒന്നും മാത്രമല്ല, നദികളുണ്ട്, കാടുകളുണ്ട്. സോ ആന്ത്രപ്പോജെനറ്റിക് ത്രെഡ്സ് ടു ദ വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്. ഓക്കെ, സോ എൻക്രോച്ച്മെന്റ് ഉണ്ട്, ആൾക്കാർ അതിനകത്തേക്ക് കടന്നു കയറുന്നുണ്ട്, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്, ഭീകരമായ ഡാമുകൾ പണിയാൻ ശ്രമിക്കുന്നുണ്ട്, പാറകൾ പൊട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോ ഫ്യൂച്ചറിൽ കേരളം ഈസ് ഗോയിങ് ടു ഫേസ് എ സീരിയസ് നാച്ചുറൽ എന്താ പറയാ കലാമിറ്റീസോ ഡിസാസ്റ്റേഴ്സോ ഒക്കെ കേരളത്തിൽ വരാനുള്ള സാധ്യതയും വിദൂരമല്ല. വിദൂരം എന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം, നമ്മൾ കണ്ടതാണ് 2010. സോ ഈ ഷീറ്റിലെ നോട്ട്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് is about the poem, and the second one is about the ease of doing business. Third is MAMSG security group ആണ്, and the fourth one is WGWP അല്ലെങ്കിൽ മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ട്. ഓക്കെ,